ഹലോ, നമ്മളിന്ന് ഇൻഡേസ് 150ൻ്റെ റവന്യൂ റെക്കഗ്നിഷനിലെ 5 സ്റ്റെപ്പ് മോഡലിൻ്റെ 4th സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 4th സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേറ്റ് ദ ട്രാൻസാക്ഷൻ പ്രൈസ് ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ട്രാൻസാക്ഷൻ പ്രൈസിനെ പെർഫോമൻസ് ഒബ്ലിഗേഷൻസിന് അലോക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. അതാണ് നമ്മളിവിടെ സ്റ്റെപ്പ് 4ൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോമിസസ് ഉണ്ടാവും. മാത്രമല്ല, ഒരു കോൺട്രാക്റ്റിനൊരു ട്രാൻസാക്ഷൻ പ്രൈസ് ഉണ്ടാവുമെന്ന് നമ്മൾ കഴിഞ്ഞ സെഷൻസിലായിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ട്രാൻസാക്ഷൻ പ്രൈസിനെ ഓരോ പ്രോമിസിനും അല്ലെങ്കിൽ ഓരോ ഒബ്ലിഗേഷനും കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു, 5 സ്റ്റെപ്പ് മോഡലിൽ പറഞ്ഞായിരുന്നു, എത്ര പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ടോ അതിനെ ഓരോ ഒബ്ലിഗേഷനായിട്ട് അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് കോൺട്രാക്റ്റായിട്ട് കാണണം, അല്ലെങ്കിൽ നമ്മളതിനെ സെപ്പറേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഒബ്ലിഗേഷൻ വരുമ്പോഴാണ് നമ്മൾക്ക് ട്രാൻസാക്ഷൻ പ്രൈസിൻ്റെ അലോക്കേഷൻ വരുന്നത്. ഒറ്റ ഒബ്ലിഗേഷൻ ഉള്ളെങ്കിൽ ആ ട്രാൻസാക്ഷൻ പ്രൈസ് എൻ്റയർ ആയിട്ട് ആ ഒരു ഒബ്ലിഗേഷന് കൊടുക്കാം. ഇവിടെ മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ വരുമ്പോൾ നമ്മൾ ഓരോ ഒബ്ലിഗേഷനും ട്രാൻസാക്ഷൻ പ്രൈസിനെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അലോക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. അലോക്കേഷൻ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SSPയുടെ ബേസിസിലാണ് നടത്തുക. അലോക്കേഷൻ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ഓർ SSP. അപ്പോൾ നമ്മൾക്ക് അലോക്കേഷൻ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിലാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾക്ക് എന്താണ് അറിയേണ്ടത്, എന്താണ് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് അവർ ഡെലിവറി ചെയ്യുന്ന ഗുഡ്സോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസോ സെപ്പറേറ്റ് ആയിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രൈസാണ് ചാർജ് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ അടുത്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റായിട്ട് ബണ്ടിലായിട്ട് പല ഗുഡ്സും സർവീസസും ഓഫർ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയും. അത് ഇൻഡിവിജ്വലായിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്, അതായത് ഓരോ ഒബ്ലിഗേഷനും സെപ്പറേറ്റ് ആയിട്ട് സെല്ല് ചെയ്യുമായിരുന്നെങ്കിൽ കമ്പനി എത്ര ചാർജ് ചെയ്താൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SSP എന്ന് പറയുക. അപ്പോൾ മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷനുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസിന് ഈ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിൽ വേണം അലോക്കേറ്റ് ചെയ്യാൻ. ഇനി എക്സാക്റ്റായിട്ട് ഓരോ ഐറ്റത്തിൻ്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് അറിയില്ല അല്ലെങ്കിൽ SSP അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യും. ഇനി എസ്റ്റിമേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് 3 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അഡ്ജസ്റ്റഡ് മാർക്കറ്റ് അസസ്മെൻറ്റ് അപ്രോച്ച്, എക്സ്പെക്റ്റഡ് കോസ്റ്റ് പ്ലസ് മാർജിൻ അപ്രോച്ച്, കൂടാതെ റെസിഡ്യൂവൽ അപ്രോച്ച്. അഡ്ജസ്റ്റഡ് മാർക്കറ്റ് അസസ്മെൻറ്റ് അപ്രോച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കറൻറ്റായിട്ട് പ്രിവെയിൽ ചെയ്യുന്ന മാർക്കറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണോ പ്രൈസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ എക്സാക്റ്റ് SSP അറിയാത്ത സ്ഥലത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എസ്റ്റിമേഷൻ ടെക്നിക്ക്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് അസസ്മെൻറ്റ് അപ്രോച്ച്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രിവെയിലിംഗ് മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തായിരിക്കും അവിടെ പ്രൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് എക്സ്പെക്റ്റഡ് കോസ്റ്റ് പ്ലസ് മാർജിൻ അപ്രോച്ച്. അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സർവീസിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു റീസണബിൾ പ്രോഫിറ്റ് മാർജിനും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് റെസിഡ്യൂവൽ അപ്രോച്ചാണ്. എത്രയാണോ നമുക്ക് അറിയാവുന്ന SSP അതിൽ നിന്ന് ബാക്കി എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് ഒബ്ലിഗേഷൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റെസിഡ്യൂവൽ അപ്രോച്ച് കിട്ടും. ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അക്യുറേറ്റ് എസ്റ്റിമേഷൻ ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 എസ്റ്റിമേഷൻ ടെക്നിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റഡ് മാർക്കറ്റ് അസസ്മെൻറ്റ് അപ്രോച്ച്, അത് മാർക്കറ്റ് കണ്ടീഷനും കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസിങ്ങിനെയും ബേസ് ചെയ്ത്, കൂടാതെ രണ്ടാമത്തെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് കോസ്റ്റ് പ്ലസ് മാർജിൻ അപ്രോച്ച്. അതായത് കോസ്റ്റും ഒരു റീസണബിൾ പ്രോഫിറ്റ് മാർജിനും കൂടി ആഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് SSP അറിയാൻ പറ്റാത്ത കേസുകളിലാണ് ഇവിടെ SSP അല്ലെങ്കിൽ എസ്റ്റിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു സെനാരിയോ നോക്കാം. അലോക്കേഷൻ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ പ്രൈസിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഒരു കമ്പനി ലാപ്ടോപ്പും സോഫ്റ്റ്വെയറും ഒരു 2 വർഷത്തെ സർവീസ് വാറൻറ്റിയും കൂടി സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കോൺട്രാക്റ്റിൽ അറിയാം 3 പെർഫോമൻസ് ഒബ്ലിഗേഷനാണുള്ളത്. ഒന്ന് ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുക, രണ്ടാമത്തെ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുക, മൂന്നാമത്തെ ഒരു 2 ഇയർ സർവീസ് വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബണ്ടിൽഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,20,000 ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ, ഈ ഒരു 3 ഒബ്ലിഗേഷൻ സെല്ല് ചെയ്യാൻ വേണ്ടി കമ്പനി ചാർജ് ചെയ്യുന്ന പ്രൈസാണ് 1,20,000. ആ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ചാർജ് ചെയ്യുന്ന പ്രൈസാണ് 1,20,000. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസാക്ഷൻ പ്രൈസ്. ഇനി ഇവിടെ 3 ഒബ്ലിഗേഷൻ ഉണ്ട്. 3 ഒബ്ലിഗേഷനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ 3 ഒബ്ലിഗേഷൻ്റെയും ട്രാൻസാക്ഷൻ പ്രൈസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിൽ നമ്മൾ ട്രാൻസാക്ഷൻ പ്രൈസ് ആയിട്ടുള്ള 1,20,000 നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്കിവിടെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്.
ലാപ്ടോപ്പിൻ്റെ SSP നോക്കുകയാണെങ്കിൽ 90,000 ആണ്. സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 20,000 ആണ്. വാറൻറ്റി ആണെങ്കിൽ 30,000 ആണ്. അതായത് ലാപ്ടോപ്പ് സെപ്പറേറ്റ് ആയിട്ട് കമ്പനി വിൽക്കുകയായിരുന്നെങ്കിൽ 90,000 ചാർജ് ചെയ്താൽ, സോഫ്റ്റ്വെയർ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുകയായിരുന്നെങ്കിൽ 20,000 ചാർജ് ചെയ്താൽ, അതുപോലെ തന്നെ വാറൻറ്റി ആയിരുന്നെങ്കിൽ സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ 30,000. അപ്പോൾ ടോട്ടൽ വരുന്നത് 90 + 20 110 + 30 1,40,000. ഇത് 3 ഐറ്റവും സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുകയായിരുന്നെങ്കിൽ കമ്പനിക്ക് എത്ര കിട്ടുമായിരുന്നു? 1,40,000 കിട്ടുമായിരുന്നു. പക്ഷേ കമ്പനി ഇവിടെ ഒരു ബണ്ടിലായിട്ടാണ്, അല്ല ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് സെല് ചെയ്യുന്നത്, ലാപ്ടോപ്പ് പ്ലസ് സോഫ്റ്റ്വെയർ പ്ലസ് വാറൻറ്റി. അപ്പോൾ കമ്പനി ചാർജ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,20,000. അപ്പോൾ നമ്മളിവിടെ ഓരോ ഐറ്റത്തിനെ സെപ്പറേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യും? നമ്മൾക്കറിയാവുന്ന SSPയുടെ ബേസിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം അലോക്കേഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അലോക്കേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്താണ്. ലാപ്ടോപ്പിൻ്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 90,000 ആണ്. ഈ 3 ഐറ്റത്തിൻ്റെയും കൂടി ടോട്ടൽ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 1,40,000, 90 + 20 + 30. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ അലോക്കേഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിൻ്റെ SSP ഡിവൈഡഡ് ബൈ ടോട്ടൽ SSP ഇൻറ്റു 100. അപ്പോൾ 90,000 ഡിവൈഡഡ് ബൈ 1,40,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 64.29. അതായത് ട്രാൻസാക്ഷൻ പ്രൈസിൻ്റെ 64.29% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ട്രാൻസാക്ഷൻ പ്രൈസാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ 20,000 ആണ് SSP എന്ന് പറയുന്നത്, ടോട്ടൽ SSP 1,40,000. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ അലോക്കേഷൻ റേഷ്യോ കാണാൻ 20,000 ഡിവൈഡഡ് ബൈ 1,40,000 ഇൻറ്റു 100. അപ്പോൾ 14.29% കിട്ടും. അതായത് ടോട്ടൽ ട്രാൻസാക്ഷൻ പ്രൈസ് ആയിട്ടുള്ള 1,20,000ൻ്റെ 14.29% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ ട്രാൻസാക്ഷൻ പ്രൈസാണ്. അതുപോലെ തന്നെ വാറൻറ്റിയുടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ പ്രൈസിന് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ 1,20,000 ആണ് ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറഞ്ഞു. 1,20,000ൻ്റെ 64.29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ട്രാൻസാക്ഷൻ പ്രൈസാണ്. അതായത് 77,148. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ നോക്കുകയാണെങ്കിൽ 1,20,000ൻ്റെ 14.29% ആണ്, അതായത് 17,148. വാറൻറ്റിയുടെ ആണെങ്കിൽ 25,704, അതായത് 1,20,000ൻ്റെ 21.42%. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് 3 ഐറ്റത്തിൻ്റെയും ട്രാൻസാക്ഷൻ പ്രൈസിൻ്റെ അലോക്കേഷൻ കിട്ടി. 77,148 + 17,148 + 25,704. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1,20,000 ആണ്. ഇനി ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ടൈമിംഗ് നോക്കുകയാണെങ്കിൽ ലാപ്ടോപ്പും സോഫ്റ്റ്വെയറും എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം? പോയിൻ്റ് ഇൻ ടൈമിലാണ്. നമ്മൾ പറഞ്ഞു 2 ടൈമിംഗ് മെത്തേഡ് ഉണ്ട്. ഒന്ന് പോയിൻ്റ് ഇൻ ടൈം അല്ലെങ്കിൽ ഓവർ ദ പീരീഡ് മെത്തേഡ്. അപ്പോൾ ലാപ്ടോപ്പും സോഫ്റ്റ്വെയറും എപ്പോഴാണോ കസ്റ്റമർ കൺട്രോൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു ബണ്ടിൽ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ കൺട്രോളായി, അല്ലേ, പോയിൻ്റ് ഇൻ ടൈം. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് സെയിൽ തന്നെ എന്ത് ചെയ്യണം? ലാപ്ടോപ്പിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം. വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ ടൈമാണ്, 2 വർഷം വരെ വാറൻറ്റി ഉണ്ട്. അപ്പോൾ 2 വർഷത്തേക്കായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ആദ്യത്തെ വർഷം 25,704ൻ്റെ പകുതി, ബാക്കി ഉള്ളത് സെക്കൻഡ് ഇയറിൽ. അപ്പോൾ 2 വർഷം, അതായത് ഓവർ ദ പീരീഡാണ്. ഓക്കെ, ഇങ്ങനെയാണ് അലോക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ പ്രൈസ് നടത്തുന്നത്. ഇനി എന്താണ് പ്രോപ്പർ അലോക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ. അതായത് മൾട്ടിപ്പിൾ ഒബ്ലിഗേഷൻസിന് റവന്യൂ കൃത്യമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈവണായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ നമ്മളുടെ ഇല്ലസ്ട്രേഷനിൽ നോക്കുകയാണെങ്കിൽ 1,20,000 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ പ്രൈസ് ഈക്വലായിട്ട് 3 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട്, 3 പ്രോമിസ് ഉണ്ട്. 3 പ്രോമിസിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈവണായിട്ട് ഈക്വലായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പിന് 77,148, സോഫ്റ്റ്വെയർ 17,148, ബാക്കിയുള്ളത് വാറൻറ്റി. അപ്പോൾ ഫെയർ റവന്യൂ ഡിസ്ട്രിബ്യൂഷനാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ മാനിപ്പുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇൻഡേഴ്സ് 115 പറയുന്ന പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്താണ് നമ്മൾ അലോക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ആര് എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അലോക്കേറ്റ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ കൂടി തന്നെ ആയിരിക്കും, സെയിം രീതിയിലായിരിക്കും. മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അക്യുറേറ്റ് റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോപ്പർ ആക്കാൻ അല്ലെങ്കിൽ അക്യുറേറ്റ് ആക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ ട്രാൻസ്പെറൻസി. ഇൻവെസ്റ്റേഴ്സിനും റെഗുലേറ്റേഴ്സിനും ഓണേഴ്സിനും എല്ലാം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടിംഗ് അവിടെ കിട്ടുകയാണ്. ഓക്കെ, റവന്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. ഇനി കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, നമ്മളിതൊക്കെ പറഞ്ഞതാണ് ഫെയർ റെക്കഗ്നിഷൻ, പിന്നെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ്, പിന്നെ കംപ്ലയൻസ്. ഇത് 3ആണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് നമ്മൾക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു ടെലികോം കമ്പനിയുടെ ഒരു സെനാരിയോ ആണ് നമ്മൾക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെലികോം കമ്പനി ഓഫേഴ്സ് എ 2-year മൊബൈൽ ഫോൺ കോൺട്രാക്ട് ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. 2 വർഷത്തെ മൊബൈൽ ഫോൺ കോൺട്രാക്റ്റ് ആണ് ഈ ടെലികോം കമ്പനി കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നത്.
കോൺട്രാക്റ്റിൽ 2 ഐഡൻറ്റിഫൈഡ് പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ഉണ്ട്, 2 പ്രോമിസസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്ലി ഒരു ഫോണാണ്. ഓക്കെ, അതായത് ഒരു ഗുഡ്സാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾസ് ആൻഡ് ഡാറ്റ സർവീസാണ്. അപ്പോൾ ഈ ഫോണും കോൾസ് ആൻഡ് ഡാറ്റയും കൂടി ബണ്ടിലായിട്ട് സെല്ല് ചെയ്യുമ്പോൾ കമ്പനി ഓഫർ ചെയ്യുന്ന, കസ്റ്റമറിന് ഓഫർ ചെയ്യുന്ന പ്രൈസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് ₹20,000 ആണ്. ഇനി ഇതിൻ്റെ സ്റ്റാൻഡ് അലോൺ പ്രൈസും തന്നിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ പ്രൈസ് ഫോൺ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുകയാണ്, ബണ്ടിലായിട്ടല്ലാതെ ഫോൺ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുകയാണെങ്കിൽ ഫോണിൻ്റെ പ്രൈസ് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SSP എന്ന് പറയുന്നത് ₹12,000 ആണ്. ഇനി കമ്പനിയുടെ കോൾ ആൻഡ് ഡാറ്റ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹400 പെർ മന്താണ്. ₹400 ഓരോ മാസം കോൾസിനും ഡാറ്റയ്ക്കുമായിട്ട് ചാർജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് അലോൺ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട് 12,000 എന്നുള്ളത്. ഇനി കോളിൻ്റെ ഡാറ്റയുടെ ആണെങ്കിൽ 400 പെർ മന്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾക്ക് 2 വർഷത്തെ പെർഫോമൻസ് ഒബ്ലിഗേഷനാണ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ 2 വർഷത്തെ സർവീസാണ് തന്നേക്കുന്നത്. അപ്പോൾ 400 പെർ മന്ത്, 2 വർഷം എന്ന് പറയുമ്പോൾ 24 മാസം. അപ്പോൾ 400 × 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,600. അപ്പോൾ ഫോണിൻ്റെ സ്റ്റാൻഡ് അലോൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,000ഉം കോൾ ആൻഡ് ഡാറ്റ അല്ലെങ്കിൽ കോൾസ് ആൻഡ് ഡാറ്റയുടെ സ്റ്റാൻഡ് അലോൺ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് 9,600. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 + 9,600 ഈസ് 21,600. അപ്പോൾ 21,600 ടോട്ടൽ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ഉണ്ടായിരുന്ന സാധനം ബണ്ടിലായിട്ട് സെല്ല് ചെയ്യുമ്പോൾ 20,000 കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പെർഫോമൻസ് ഒബ്ലിഗേഷനും സെപ്പറേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. അതിന് ട്രാൻസാക്ഷൻ പ്രൈസ് ആയിട്ടുള്ള 20,000 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ 2 പ്രോമിസിനും പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെ അലോക്കേറ്റ് ചെയ്യുക? ട്രാൻസാക്ഷൻ പ്രൈസിൻ്റെ സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സ്റ്റാൻഡ് അലോൺ പ്രൈസസിൻ്റെ ബേസിസിൽ. അത് നമ്മൾക്ക് ഇവിടെ അറിയാം 12,000 9,600 ആണെന്ന്. അപ്പോൾ നമ്മൾക്ക് ഫോണിൻ്റെ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോണിൻ്റെ ബണ്ടിലായിട്ട് സെല്ല് ചെയ്യുമ്പോഴുള്ള ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20,000 ആണ്. ഓക്കെ, ഇനി ടോട്ടൽ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 21,600. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 12,000 + 9,600. ഇനി ഫോണിൻ്റെ മാത്രം സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 12,000. അപ്പോൾ 20,000 നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്യണം ഫോണിന്. അപ്പോൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ 20,000 × 12,000 / 21,600 എത്ര കിട്ടും? 11,111 കിട്ടും. ഓക്കെ, ഇനി കോൾസ് ആൻഡ് ഡാറ്റയുടെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് 20,000 ആണ്. കോൾസ് ആൻഡ് ഡാറ്റയുടെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SSP എന്ന് പറയുന്നത് 9,600 ആണ്. ടോട്ടൽ SSP അതായത് ഫോണിൻ്റെയും കോൾസിൻ്റെയും കൂടി ടോട്ടൽ SSP ആഡ് ചെയ്യുമ്പോൾ 21,600 കിട്ടും. അപ്പോൾ കോൾസിൻ്റെയും ഡാറ്റയുടെയും അലോക്കേറ്റ് ചെയ്യുമ്പോൾ 20,000 × 9,600 / 21,600 അതായത് 8,889. അതും 11,111 കൂടി ആഡ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ പ്രൈസ് ആയിട്ടുള്ള 20,000 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ പ്രൈസിനെ മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ഉള്ള കോൺട്രാക്റ്റുകളിൽ ട്രാൻസാക്ഷൻ പ്രൈസിന് അലോക്കേറ്റ് ചെയ്യുന്നത് ഓരോ പ്രൊഡക്റ്റിനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.